ഒരുപാട് സസ്പെൻസുകൾക്കും കാത്തിരിപ്പിനും വിരാമിട്ടുകൊണ്ട് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ഇപ്പോൾ ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കേരള ജനത ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു. ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇലക്ഷൻ ജയിച്ചതിന് ശേഷം UDFന്റെ വലിയൊരു വിജയം നമ്മൾ കണ്ടാണ്. 102 സീറ്റുകളുമായിട്ട് കേരളം കണ്ട എക്കാലത്തും വലിയൊരു വിജയം UDFന് സമ്മാനിച്ചത് VD സതീശനായിരുന്നു. അതേസമയം മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയും തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള വാശിയായിട്ടെത്തി. അതോടൊപ്പം ക്യാബിനറ്റ് അംഗം കൂടിയായ KC വേണുഗോപാലും കൂടി എത്തിയപ്പോൾ അംഗം മുറുകുന്ന ഒരു കാഴ്ചയത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വന്നപ്പോൾ കേരള ജനത ഒന്നടങ്കം ഉറ്റുനോക്കിയായിരുന്നു ആരായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്ന കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന്. ജനവികാരം കണക്കിലെടുക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് VD സതീശനെ തന്നെയാണ്. ഏത് സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളോട് ചോദിച്ചാലും VD സതീശന്റെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയുന്നതെങ്കിൽ MLA-മാരുടെ സപ്പോർട്ട് മുഴുവൻ രമേശ് ചെന്നിത്തലയ്ക്കും അതോടൊപ്പം KC വേണുഗോപാലിനായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ഇതാ ക്യാബിനറ്റിന്റെ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. ക്യാബിനറ്റ് അംഗമായിട്ടുള്ള KC വേണുഗോപാലിനെ അനുനയിപ്പിച്ച് ഇപ്പോൾ ഇതാ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപനത്തിന് മുമ്പായി ഘടകകക്ഷികളോട് ഒരിക്കൽ കൂടി അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഘടകകക്ഷികളുടെ നിലപാട് സോണിയാഗാന്ധി ചോദിച്ചിട്ടുണ്ടായിരുന്നു. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന ഉറച്ച നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. സതീശനെ പിന്തുണയ്ക്കുന്നതിനുള്ള അനുകൂല മനോഭാവം സാദിഖ് അലി തങ്ങൾ സോണിയാഗാന്ധിയോട് നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണയും നിലവിലെ പൊതുജന വികാരവും സതീശന് അനുകൂലമായിട്ടുള്ള സാഹചര്യം കണക്കിലെടുത്ത് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ തന്നെ വരുമെന്ന് ഇപ്പോൾ ഇത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നാളെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ജനവികാരത്തോട് അനുനയിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി പ്രസ്താവന മാത്രമേ വരത്തുള്ളൂ എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് VD സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ്. എന്തൊക്കെയാണ് നമുക്ക് നാളെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിലൂടെ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം ഇലക്ഷൻ റിസൾട്ട് വന്ന് 10 ദിവസങ്ങൾ പിന്നിട്ടും ഈ ഒരു സസ്പെൻസുകൾ നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടെന്നേ. എന്തൊക്കെയാണ് കേരളം കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത വരുമ്പോൾ VD സതീശൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിച്ചെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.